മാവേലി മന്നൻ നാടുവാണിരുന്ന കാലത്തെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സ്മരണ പുതുക്കിക്കൊണ്ട് ഒരു പൊന്നോണം കൂടി. ലോക മലയാളികൾ എല്ലാവരും തന്നെ ഈ തിരുവോണ നാളിൽ തിരുവോണം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും അങ്കമാലി നഗരസഭയുടെ ഒരു വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്നെ എല്ലാവർക്കും ഞാൻ തിരുവോണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, പണ്ട് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മഹാബലി നാട് വാണിരുന്ന കാലത്ത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നാം ഈ തിരുവോണം ആഘോഷിക്കുന്നത്. അങ്കമാലിയിലെ വിവിധ സ്ഥലങ്ങളിൽ തിരുവോണാഘോഷങ്ങൾ നടക്കുകയുണ്ടായി. നഗരസഭയിലും ഞങ്ങൾ തിരുവോണം ആഘോഷിച്ചു. എല്ലായിടത്തും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷത്തിന്റെയും എല്ലാം താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് നാം ഈ തിരുവോണ നാളിനെ കാണുന്നതും ആഘോഷം നടത്തുന്നതും. നായത്തോട് വെബ്സൈറ്റ് നായത്തോട്.com തന്നെ വിവിധ സ്ഥലത്ത് ഈ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി അവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ലോക മലയാളികൾക്ക് മാത്രമല്ല, എവിടെ ഇരിക്കുന്ന ആളുകൾക്കും എന്താണ് ഓണാഘോഷം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ നായത്തോട് വെബ്സൈറ്റ് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് എന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. നമ്മുടെ ഗ്രാമപ്രദേശത്ത് എല്ലാവരും ഇന്ന് ആഘോഷത്തിന്റെ തിമർപ്പിലാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓണ ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും. ഞാനും പല സ്ഥലത്തും ഇപ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി പോവുകയുണ്ടായി. ഇന്നും ആ പരിപാടിയുണ്ട്. ആ പരിപാടിയിലെല്ലാം നാം പങ്കെടുക്കുമ്പോൾ നാം ഓർക്കുന്നത് പഴയ കാലഘട്ടത്തെയാണ്. കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പൂർവ്വ പിതാമഹന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടമൊക്കെ പോയി. ഇന്ന് കാലം പുരോഗമിച്ചു. പുരോഗമനത്തിന്റെ വേളയിലും നമ്മൾ പഴയ കാലത്തെ സ്മരണകൾ ചെറുതായെങ്കിലും നമ്മൾ പുതുക്കിക്കൊണ്ടാണ് ഈ തിരുവോണം ആഘോഷിക്കുന്നത്. ഈ തിരുവോണ നാളിൽ എല്ലാവർക്കും, എല്ലാ ലോക മലയാളികൾക്കും, നാട്ടിലെ അംഗങ്ങൾക്കും എല്ലാവർക്കും തന്നെ, ഈ നായത്തോടിലെ മുഴുവൻ ജനങ്ങൾക്കും നഗരസഭ വൈസ് ചെയർപേഴ്സൺ എന്ന പേരിൽ എന്റെ എല്ലാവിധ ഐശ്വര്യത്തിന്റെ തിരുവോണാശംസകൾ ഞാൻ നേരുകയാണ്.